പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 9 കൊച്ചി മെട്രോയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി നളന്ദ സ്കൂളിലെ കുട്ടികൾ ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യദിനം കൊച്ചി മെട്രോയിൽ ആഘോഷിക്കുന്നത്. മെട്രോ യാത്രക്കാരുമായി സംവദിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകിയാണ് കുട്ടികളുടെ ആഘോഷം. റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യം 80ാം സ്വാതന്ത്ര്യദിന ആഘോഷിക്കുമ്പോൾ കൊച്ചി മെട്രോയിൽ വ്യത്യസ്തതരമായ രീതിയിൽ ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എറണാകുളം നളന്ദ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. കൊച്ചി മെട്രോയിലെ യാത്രക്കാരുമായി സംവദിച്ചുകൊണ്ട് അവരോടൊപ്പമാണ് ഇത്തവണ ഈ കുട്ടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ആ കുട്ടികളും അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരും ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യദിനാഘോഷം ഒരുക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ആശയം രൂപപ്പെട്ടത്? അതായത് ഇപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര കഷ്ടപ്പെട്ടിട്ട് ആണ് അവർക്കത് കിട്ടിയിട്ടുള്ളത് എന്നൊരു ബോധ്യം അവരിലേക്ക് എത്തിക്കാനും, അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശം മാത്രമല്ല, സമൂഹത്തോട് അവർക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണെന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിയത്. എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്? അതായത് നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്നതായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാലായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇവർ കൊച്ചി മെട്രോയിലെ യാത്രക്കാരോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ വക ഒരു ചെറിയ സമ്മാനവും ഉണ്ടാവുന്നതായിരിക്കും. ഒരു കൊച്ചു ഗാന്ധിജി ആവേശമൊക്കെ ധരിച്ച് എന്ത് തോന്നുന്നു? നല്ല ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥലത്തെല്ലാം വന്ന് ഇങ്ങനെ ലൈവിലെല്ലാം കണ്ട് വാങ്ങണം, സന്തോഷമുണ്ട്. നന്നായി ഒരുങ്ങിയിട്ടുണ്ട് ഗാന്ധിജിയായി. താങ്ക്സ്. ഒരുപാട് അഭിമാനമുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുട്ടികളാണ് വളരെ മനോഹരമായ അവരുടെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അത്തരത്തിൽ ആ നേതാക്കളുടെ ആ രൂപസാദൃശ്യത്തിലേക്ക് മാറി. അങ്ങനെയാണ് ഇവരെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. എന്തു തോന്നുന്നു? വലിയ അഭിമാനമുണ്ട്. അതെ. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ആശയം അത് എങ്ങനെ ആളുകൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്? ആളുകൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളുടെ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും അത് സന്തോഷത്തോടു കൂടി എടുക്കും. ഞങ്ങളും നല്ല അഭിമാനത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടി തന്നെയാണ്. തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക, അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കുക, എല്ലാവർക്കും അതിൽ അനുഭവിക്കേണ്ടി വന്ന ആ ത്യാഗങ്ങളുടെയും ഒപ്പം തന്നെ അതിൻ്റെ എത്രത്തോളം അതിൽ നമ്മൾ ഫൈറ്റ് ചെയ്തു എന്നതിൻ്റെ എല്ലാം ആ ആശയം അവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരാശയം, ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യദിന ആഘോഷം വ്യത്യസ്തമായി അത് ഒരുക്കിയിരിക്കുന്നത് നളന്ദ സ്കൂളിലെ കുട്ടികൾ. ഇന്ന് ഇവിടെ നിന്നുള്ള മെട്രോ യാത്രകളിൽ ഈ കുട്ടികളും യാത്രക്കാരോടൊപ്പം ഉണ്ടാകും. അവരുടെ മുന്നിലേക്ക് എത്തും. അവരുടെ മുന്നിലേക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ സന്ദേശം, അതിൻ്റെ ഒരു ആശയം അവരിലേക്ക് എത്തിക്കും. ഒപ്പം തന്നെ അവരെ ചില മത്സരങ്ങളിൽ കൂടി പങ്കെടുപ്പിക്കും. ആ മത്സരങ്ങളിലൂടെ കൂടുതൽ അറിവുകൾ ആ യാത്രക്കാർക്ക് നൽകും. അങ്ങനെ ആ അറിവ് നൽകുന്നതിനൊപ്പം ചില സമ്മാനങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് ഈ ആഘോഷം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.